ഇപ്പോഴേ 7 മണി ഉള്ളൂ കേട്ടോ. നമ്മുടെ അമ്മൂട്ടിയില്ലേ ഇന്ന് ഒരു 5:45 തുടങ്ങിയത്. അമ്മ നീക്കമ്മ അമ്മ നീക്കമ്മ പറഞ്ഞിട്ട് ഞാൻ നീച്ച് കിടക്കുകയായിരുന്നു കേട്ടാ. അപ്പോൾ നീക്കി നീക്കി എന്ന് പറയണു. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഇന്ന് അമ്മൂൻ്റെ +2 ബാച്ച് ഫുള്ളും സെറ്റ് സാരിയൊക്കെ എടുത്ത് യൂണിഫോമിലാണ് ഇന്നത്തെ ഓണപ്പരിപാടി. അപ്പോൾ ഇന്നലെ കുട്ടി ഉറങ്ങിയിട്ടേ ഇല്ല. അവൾക്ക് എങ്ങനെ സാരി ഉടുക്കുക, അമ്മ സാരി ഉടുത്ത് തരുമോ, ഞാൻ സാരി ഉടുത്താൽ നന്നാവുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ രാവിലെ ബ്ലൗസ് അടിച്ച് കിട്ടിയത് 7 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. പക്ഷെ അത് 5 മണിയാകുമ്പോൾ വിളിച്ചായിരുന്നു. അതെ, എന്താ ഞാൻ കൊണ്ടുവരട്ടെ ചോദിച്ചിട്ട്, ഞാനപ്പോൾ ഞാൻ ജിമ്മിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ തരായിരുന്ന അല്ലെങ്കിൽ അപ്പോൾ കൊണ്ടുവന്നു പറഞ്ഞു. അപ്പോൾ കാരണം ഞങ്ങളെ രണ്ടുപേരും സംബന്ധിച്ചിട്ടില്ലേ ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. കാരണം നമ്മൾ ആദ്യമായിട്ട് നമുക്ക് കിട്ടിയൊരു കുട്ടി, അത് എങ്ങനെ പറയുക, കുറച്ചൊക്കെ നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ എപ്പോഴും അമ്മ ചെറുതാണല്ലേ ഏട്ടാ, അല്ലേ? ഇന്ന് നമുക്ക് അവൾ വലുതായി എന്നുള്ളൊരു ഇത് വരുന്നില്ല. അപ്പം ഇന്ന് അവൾ സാരിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സാരി കൊടുത്ത് അവൾ ആദ്യമായിട്ടാണ് അവൾ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. ഇതുവരെ അവൾ മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യുന്ന കണ്ടിട്ടില്ല. പിന്നെ ഇവിടുത്തെ ഫംഗ്ഷനാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉള്ളവരൊന്നും കണ്ടിട്ടില്ല. അമ്മേനെ ഞാൻ വിളിച്ച് വരുത്തി കാണിച്ചു കൊടുത്തു. അമ്മ നോക്ക്, അവൾ നമ്മൾ പ്രായപൂർത്തിയായ സമയത്തടക്കം അമ്മുക്കുട്ടിക്ക് ഒരു സാധനം വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള ചടങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. അമ്മുക്കുട്ടിക്കല്ല, ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമല്ല അങ്ങനെ കുട്ടിയോളം ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ചടങ്ങായിട്ടും കാര്യങ്ങളായിട്ടും നടത്തുന്നത് 2 പേർക്കും ഇഷ്ടമില്ലാത്തത് കൊണ്ട് ചെയ്തില്ല. പക്ഷെ ഇവർക്ക് അനിയന്മാർക്കൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു കേട്ടോ. കാരണം അവർക്കൊന്നും പെൺകുട്ടികളില്ലല്ലോ. നമ്മുടെ തറവാട്ടിൽ ഇവർ 2 പെൺകുട്ടികളല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സത്യം പറയുക സങ്കടമാണോ വരുന്നത് സന്തോഷമാണോ വരുന്നതെന്നൊന്നും അറിയില്ല. കുഞ്ഞാ പോയി വെക്കടാ, അവിടെ പോയി വെക്കി. എനിക്കറിയണ പോലെ ഞാൻ സാരിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് വലുതായിട്ട് സാരി കൊടുക്കാനൊന്നും അറിയില്ല. നല്ല അറിയണ പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട്. വായോ അമ്മൂനെ കണ്ടേ, വാ വാ വാ. ഇതാണ് നമ്മുടെ അമ്മുക്കുട്ടി. നോക്കമ്മോ, അമ്മു സാരി കൊടുത്തപ്പോഴത്തെ അമ്മുവിൻ്റെ കോലം നോക്ക്. സാരി എന്താ, ഇവിടെ ബ്ലൗസ് കുറച്ചൊരു ലൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അതെന്താ വെച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇവിടെ ഓരോ ദിവസം പ്രതി തടി കുറയണേന ഒന്ന് കാണിക്കാൻ മുട്ടി വീഡിയോയിൽ നേരെ. നിങ്ങൾ അമ്മൂനെ കാണുമ്പോൾ എങ്ങനെയായിരുന്നു? നമ്മുടെ അമ്മു ചെറിയ കുട്ടിയായിരുന്നില്ലേ? ഇപ്പം നമ്മുടെ അമ്മു നോക്കി നോക്ക്. ഇനി അമ്മുവിൻ്റെ ഓരോ വളർച്ചയും കാണാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ അല്ലേ? ഇനി തല കെട്ടണ്ടേ? ഈ മാല അവളിങ്ങനത്തെ മാലയൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഒരു നിർബന്ധത്തിനാണ് ഈ ഒരു മാല നമ്മൾ വാങ്ങി. പിന്നെ കമ്മൽ കണ്ടോ? കമ്മൽ നോക്കി നോക്ക്, കുഞ്ഞു കമ്മലിടണതെന്ന് നമ്മൾ പറഞ്ഞ് അമ്മു വലിയ ജിമിക്കിക്കാക്കി. ഇനി അവളുടെ മുടി ഒന്ന് കെട്ടണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു സ്ലൈഡ് വെച്ചതേ. ഇതാണ് മുടി ഇങ്ങനെ ഒന്ന് ചെയ്യുന്നതിൽ മാത്രമേ ഉള്ളൂ അത്ര കേട്ടോ. ഒരു ചെറിയ ചന്ദനക്കുറി, പിന്നെ കൈ നിറയെ. ഇതൊന്നും നമുക്കില്ലേ, കൂട്ടുകാരൊക്കെ പറയും കൊണ്ട് അവൾ ചെയ്യണേ. കയ്യിൽ വള ഇട്ടക്കാലം പറഞ്ഞ കൂടെ കുട്ടി. ഇത് അവൾക്ക് കയ്യിൽ വള ഇടുന്നതൊന്നും ഇഷ്ടമല്ല. അമ്പട്ടേ നട്ട് അമ്മ മുടി കെട്ടിത്തരും. വാ എന്നാ വാ. അവൾക്ക് ആകെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്നറിയോ? കയ്യിൽ എൻ്റെ പോലെ ഓരോ മോതിരങ്ങളിടും. വേറൊന്നും കഴുത്തിൽ മാലയിടേ ഒന്നും ചെയ്യില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും ഇന്നലെ കളിയാക്കിയായിരുന്നു. അമ്മു സാരി ഉടുക്കുമ്പോഴേ അവളുടെ കുഞ്ഞച്ഛനൊക്കെ പറഞ്ഞു, തോട്ടിക്ക് തുണി ചുറ്റിയ പോലെ ഉണ്ടാവും അമ്മൂട്ടിയേക്ക്, കുറച്ച് തടിയില്ലാത്തത് കൊണ്ടെന്ന്. പക്ഷെ സാരി ഉടുത്തപ്പോൾ നന്നായിട്ടില്ല ഏട്ടാ, അല്ലേ? ഉയരം കുറഞ്ഞ പോലെ തോന്നുന്നു എനിക്ക്. ഏട്ടനോ? അല്ലേ? സാരി ഉടുത്തപ്പോ ഉയരം. ഇന്ന് സത്യം പറയച്ചല്ലേ, ഇവരുടെ ക്ലാസ്സിലെ പുറത്ത് പോയിച്ചിരുന്നു. ഇവരുടെ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷം. എന്നാൽ രാവിലെ അച്ചുട്ടി വിളിച്ചിട്ട് എന്താ പറയുന്നത്? അമ്മു ചേച്ചി ഉറങ്ങിയിട്ടില്ല കേട്ടോ. അമ്മു ചേച്ചി 12 മണിക്കൊന്ന് നീച്ചക്കണു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് നീച്ചക്കണു. എന്നിട്ട് എങ്ങനെ സാരി ഉടുക്കുക പറഞ്ഞിട്ട് ഏട്ടൻ പറഞ്ഞു കേട്ടോ. എന്താണെന്നറിയോ, നമുക്ക് ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയിട്ട് ബ്യൂട്ടീഷ്യൻ ഇപ്പം അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, സാരി നമുക്ക് മടക്കി കൊണ്ടുവന്ന് തന്നു വെച്ചാൽ അവർക്ക് ഇവിടെ വന്നിട്ട് വേഗം ഉടുത്താൽ പോരെ. ഇതിൻ്റെ ഒരു വലിയൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. അതിനെപ്പോൾ കാണിച്ചു തരാം.
ഇത്രയും തുണിയില്ലേ ആ സാരിന്ന് മുറിച്ചു. ഷർട്ട് അടിക്കേണ്ട തുണിയുണ്ട്. ആ ഇത്രയും തുണി സാരിന്ന് മുറിച്ചു കേട്ടോ. മുറിച്ചിട്ടില്ല പറഞ്ഞ വെച്ചാ നീയും ബ്ലൗസ് ഇട്ടുണ്ടോ, സാരി ഇട്ടുണ്ടോ? അവളോട് ധാവണി എടുത്തോളാൻ പറഞ്ഞപ്പോ അവരുടെ കൂട്ടുകാരികളൊക്കെ ബഗ്ഗിയും ടോപ്പും അത്ര ഇടണത്. കഴിഞ്ഞോ? അച്ഛനും ഓണപരിപാടി എവിടെ പോട്ടെ. എന്താ അമ്മുന്റെ കഴിഞ്ഞൂട്ടാ. അമ്മു ഇത്രയേ ഉള്ളൂ. അമ്മു കുഞ്ഞച്ഛന് കൊണ്ട് കാണിച്ചു കൊടുക്കണി വന്ന പുട്ടുകുറ്റി ഇവിടെ ഇവിടെ ഉണ്ടാവും. എന്താ അമ്മുന്റെ കഴിഞ്ഞ് കണ്ടമ്മ അതിലില്ലേ? നിക്ക് പൊന്ന. ഒന്ന് ചിരിക്കടി. നോക്ക് കണ്ണാടിയിൽ നോക്ക്. അമ്മു അച്ചുട്ടി ഇതെങ്ങനെയുണ്ട് നോക്കിയൊക്കെ. അപ്പൊ അത് വിടർത്തിടണേ. ആരാ ഇതില് കമന്റിൽ കൂടെ ഒന്ന് പറഞ്ഞു തരട്ടെ. അച്ചു ആ സ്ലൈഡ് എടുത്തിട്ട് നിനക്ക് ഒരു സ്ലൈഡ് എടുത്തിട്ട് വാ. സ്ലൈഡ് എടുത്തിട്ട് വാ. എടി സ്ലൈഡ് എടുത്തിട്ട് വാടി. ആ സ്ലൈഡ് എടുത്തിട്ട് വന്നാ കണ്ടോ? കണ്ടോ? മുഖം കൂടി ഒന്ന് വലിപ്പം വന്ന പോലെ ഉണ്ട്. കണ്ടോ? കുറച്ച് വേണേ. അതെങ്ങനെയാണ് രൂപമുള്ളത്? മറ്റത് ഇങ്ങനെ ഇങ്ങനെ കെട്ടുമ്പോഴേ ഞാൻ ചെയ്യുമ്പോഴല്ലേ രസമുള്ളൂ. അത് പറഞ്ഞാ മനസ്സിലാവണ്ടേ അവൾക്ക്. അത് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് എന്നിട്ട് ഫുൾ വിടർത്തിയിട്ട് താഴെ താഴെ ഒന്നുമില്ല അമ്മുട്ടി, നന്നായിട്ടുണ്ട്. ഇങ്ങനെ വിടർത്തിയിടുകയാണോ നല്ലത്? ഞാൻ നേരത്തെ കെട്ടിയ പോലെ ആയിട്ടാ നല്ലത്. വിടർത്തിയിട്ട് കഴിഞ്ഞ് രാത്രിക്ക് എന്തോ ഉറക്കത്തിൽ എണീറ്റ് നടക്കുമ്പോഴുണ്ട്. ആ കണ്ട പറയുന്ന കേട്ടമ്മു. കേട്ടില്ല കേട്ടില്ല എന്നാ പറഞ്ഞ കേട്ടോ. കേട്ടില്ല. ഉറക്കത്തിന് എണീറ്റ് നടക്കുമ്പോ അമ്മുട്ടി അച്ഛൻ പറയും നോക്കിയൊക്കെ. ഉറക്കത്തിന് അവള് മാത്രല്ല എല്ലാ കുട്ടികളും ഇങ്ങനെയാണ്. അമ്മു ഇവിടുന്ന് അങ്ങോട്ട് പോണവരെ ചെയ്തു. എല്ലാ കുട്ടികളും നടക്കുമ്പോഴെല്ലാം നടക്കണ്ടേ. ബാ വായോ ബാ. എന്താ ഒരു ഇതിന് വീഡിയോക്ക് കാണിക്കാൻ വേണ്ടിട്ട് കരഞ്ഞ അടിയാണ് വീട്ടിനടുത്ത്. അച്ചു അച്ചുട്ടി ആ ഇതെടുത്തിട്ട് ആ ടിക് ടിക് സ്ലൈഡ് വേണ്ട. ഒരു ഫോട്ടോ എടുത്തിട്ട് നിർത്താ. ഫോട്ടോ മാത്രം എടുത്തിട്ട് നിർത്താൻ മുട്ടി. നീ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാ. പോരെ ചേട്ടാ? ബാക്കി നീ അത് കഴിഞ്ഞിട്ട് നീ എന്താ ചായക്കോ ഫോട്ടോ എടുക്കട്ടെ. നീ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ നിനക്ക് സാരി എടുത്തു തന്നില്ലേ. അപ്പൊ എൻ്റെ ഇഷ്ടത്തിന് ഒരു ഫോട്ടോ ഇൻസ്റ്റോ എനിക്ക് എന്താ നമ്മുടെ നീ സാരി ഫസ്റ്റ് കൊടുത്തിട്ടിൻ്റെ ഒരു ഫോട്ടോയ്ക്ക് വേണം. അമ്മുട്ടി അച്ചുട്ടി ആ ടിക്ടി സ്ലൈഡ് ഒന്ന് എടുത്തിട്ട് വന്നാ. അതാ ഇതിന്റെ മുകളിലുണ്ട്. നിങ്ങൾ കിടക്കണതിന്റെ ഒറ്റ ഫോട്ടോ. ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ ഏട്ടാ. എന്നിട്ട് നീ നിന്റെ തല എങ്ങനെ ചാക്കിക്കോട്ടോ. ഒരു ഫോട്ടോ നോക്കട്ടെ. ഇത് നമുക്ക് ഇല്ലേ അച്ചും കിച്ചും നീയും പാടെ നിൽക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് നിർത്താം. ഇത് പിടിച്ചവിടെ മുടി പിടിച്ച ഇവിടെ പിടിക്കുമല്ല. ഈ പറഞ്ഞ മുതൽ എൻ്റെ കയ്യും കൂടിയും വരയ്ക്കാൻ തുടങ്ങി. അവിടെ ഏത് അതങ്ങനത്തെ തന്നെ ചെയ്തതാ കുട്ടിയത്. ഇവിടെ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി ചെയ്തതാണ്. ഇതാണ്ടോ ഇപ്പത്തെ ഈ യൂട്യൂബ് വീഡിയോ കാണലുണ്ട് പറയും. പക്ഷെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് എന്താ കാര്യം? അതില് എന്താ കുട്ടികൾ ഓരോ രീതിയിൽ ഇടുന്ന മുടി കെട്ടുന്നത് കണ്ടിട്ടില്ലേ? ഞാനിക്ക് പെൺകുട്ടികളായത് കാരണം ഞാൻ നോക്കി രസമല്ലേ ഏട്ടാ. ഇവിടെ ഒരു ഫോട്ടോ എടുക്കട്ടെ ഏട്ടാ. എന്നിട്ട് അവളുടെ വിട്ടോ. അവള് പടർത്തേ ഇതന്നെ സൈഡ് നിൽക്കണതിന്റെ വലിയ കാര്യം. അമ്മുവിൻ്റെ മുടി പിന്നെ ഒരു സിൽക്കി പോലത്തെ ഒരു മുടിയാട്ടാ. ആ ആക്ക ആക്ക ആക്ക. അപ്പൊക്ക് നീ അങ്ങോട്ട് ധൃതി പിടിപ്പിച്ചിട്ടല്ലേ.
അപ്പം അതാണ് പറഞ്ഞത് മുത്തേ, മുത്തിൻ്റെ മുത്തേ പോരെ. ഉഷാറായില്ലേ അച്ചു? അവിടെ അപ്പം ഞാനത് ശരിയാക്കാണ് പെണ്ണേ. എന്തേ നന്നായില്ല? ഇതിനെ പോലെ അന്നെ പോലെ അതിന് കീറപ്പാനിട്ട് ഇതാണ് ഓണപ്പരിപാടിയൊക്കെ നടന്നത്. തലേണ്ടയ്ക്ക് കവർ ഇട്ട് കൊടുത്ത പോലെ. അച്ചു ഈ കേട്ടതില്ല ഞാൻ പറഞ്ഞത്. ഏട്ടാ ഒരു ഫോട്ടോ എടുക്കട്ടാ, എന്നിട്ട് ഈ മാറ്റിക്കോ. നിക്ക് ഒരു സ്ലൈഡ് ഇതേപോലെ പോയാൽ മതി. ഒരു ചെറിയൊരു ഇത് ഇങ്ങനെയല്ലേ ഇച്ചു നല്ലത്. ഇങ്ങോട്ട് കാണിക്ക. നീ ഒരു ഫോട്ടോ എടുത്തിട്ട് വെച്ചോ? ഒന്നുമില്ല അമ്മൂട്ടി, നീ ഫോട്ടോ എടുത്തിട്ട് അത് ചെയ്തോ. മാറ് ഇപ്പത്തെ മാറ് കേട്ടാ. ഇവിടെ ബേക്ക് കാണിച്ചു കൊടുത്തത് അമ്മൂട്ടി. ബേക്ക് കാണിച്ച് ഒരു ഫോട്ടോ എടുക്കേട്ടാ. എങ്ങനെയുണ്ട് കേട്ട്? മുടി ഇങ്ങോട്ട് കേട്ട് ശരിയായുള്ളൂ. ആ നീട്ടൊരു ഫോട്ടോ എടുക്ക്. ഇങ്ങോട്ട് നോക്കി നോക്ക്. ഞാനൊരിക്കൽ എൻ്റെ സുന്ദരി. ആ മാറ്റിക്കോ. അവിടെ ഇരുന്നിട്ടൊരു ഫോട്ടോ എടുക്കട്ടെ. എന്നിട്ട് അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെ ചെയ്യാ. അങ്ങനെയാണ് രസം. ഇതിപ്പത്തെ ഒരു അമ്മുക്കുട്ടി. ഈ കമന്റില്ലേ, വീഡിയോ കാണുന്നവരൊന്ന് കമന്റ് ഇടുന്നത് ഏതാണ് അമ്മൂന് രസം എന്നുള്ളത്. എന്നിട്ട് അമ്മൂനൊന്ന് കാണിച്ചു കൊടുക്കാനാണ് കേട്ടോ. അമ്മ ബാ. മുല്ലപ്പൂ പിന്നെ അമ്മൂന് ഇഷ്ടമല്ല, അതുകൊണ്ട് മുല്ലപ്പൂ വാങ്ങില്ല. ബാ 2 ഫോട്ടോ എടുക്കുക ഏട്ടാ. നോക്കട്ടെ അമ്മു. അമ്മൂൻ്റെ കണ്ടോ ഈ ഇപ്പം മുടി കെട്ടിയപ്പോൾ എങ്ങനെയുണ്ട് ഏട്ടാ? നന്നായിട്ടില്ലേ ഇത് വീഡിയോ അല്ലേ? ഇവിടെ ഞാൻ സാരി ഉടുക്കുന്ന സമയത്ത് ഇവളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ വേറെ ഒരുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വേറെ ആർക്ക് സാരി ഉടുത്ത് കൊടുക്കും, മേക്കപ്പ് ചെയ്യും. അതൊക്കെ എനിക്കിഷ്ടം കേട്ടോ. പക്ഷെ ചില സമയത്ത് എൻ്റെ കയ്യിൽ വരുമ്പോൾ നല്ല ഇതാവില്ല അമ്മു. ഇങ്ങനെയല്ലേ അമ്മൂട്ടിയുടെ മുടി വിടർത്തി തന്നെ ഇട്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ കെട്ടുമ്പോൾ ഒരു ഭംഗിയില്ലേ അല്ലേ? എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇവിടെയും കൂടി മുല്ലപ്പൂ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ താഴത്തേക്കില്ല, ഈ സൈഡ് മാത്രം വെച്ച് കൊടുക്കുക എന്നുള്ളത്. പക്ഷെ അവള് സമ്മതിക്കണില്ല, പൂവേ വാങ്ങാൻ സമ്മതിച്ചില്ല. അമ്മ അവിടുത്തെ ഇത് നോക്കട്ടെ. അയ്യോ ഇത് കത്രികയും കൊണ്ട് മുറിക്കണം. ഇതില്ലേ അമ്മൂട്ടിയെ വരുമ്പോൾ ഇത് നോക്ക്. ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അച്ചച്ചൻ വേണ്ടതായിരുന്നു അല്ലേട്ടാ കാണാനല്ലേ? അതിനും കത്രിയോട് അച്ചുവിൻ്റെ കോല അതാണ് കേട്ടോ. അച്ചുട്ടി എന്താണ് ഫോട്ടോ എടുക്കാനോ? അമ്മ ഒന്ന് കാണിച്ചു കൊടുക്ക്. ചാച്ചന് സ്റ്റാറ്റസ് ഇടാനത്. പിന്നെ എന്തിനാണ് അതാ കാണിക്ക്. അമ്മ ഫോട്ടോ എടുക്കാൻ കൊടുക്ക. കുഞ്ഞ ക്യാമറമാനെ വേഗം നോക്ക്. കിട്ടിയോ? അമ്മ ഇങ്ങനെ നേരെ നിക്ക് ചിരിച്ചിട്ട്. ഇങ്ങനെയൊക്കെയാണ് ഫോട്ടോ എടുപ്പിക്കുക. നേരെ നിർത്തൊന്നും വേണ്ടേ? കൈ കെട്ടിയിട്ട് ഒന്നല്ലെങ്കിൽ അമ്മ കൈ കെട്ടിയിട്ടായിരിക്കും, ഇല്ലെങ്കിൽ അമ്മ ഇങ്ങനെ ഇരിക്കും. വാവേ നോക്കടാ, ഇവിടെ വന്ന് നോക്കി നോക്ക്. വാവേ ഇവിടെ വന്ന് നോക്കടാ. കുഞ്ഞുണ്ണി നന്നായിട്ടുണ്ട്. ഇവിടെ വാ നോക്കി നോക്ക്. ആരവിടെ നോക്കി നോക്ക്. ആ അമ്മു വേറെ അയ്യോ എപ്പൊ തുടങ്ങിയത് അമ്മുവിന്റെ ഒരു സാരി ഉടുക്കലെന്ന് അറിയോ? എൻ്റെ അപ്പോ അച്ചുവിൻ്റെതാണ് കേട്ടോ. അച്ചുവിന് പട്ടുപാവാടിയും ബ്ലൗസിന്റെ ബട്ടൺസ് പോയി പറഞ്ഞിട്ട് പിന്നെ ഇടക്കട്ടെ സതിയേട്ടെ അഭിപ്രായം ഒന്ന് പറയ് അമ്മൂന്. അമ്മു അതാ വരുന്നു, അഭിപ്രായം ഒന്ന് പറഞ്ഞു കൊടുക്ക്. പട്ടുപാവാടയും ബ്ലൗസേ അടിപൊളിയായിട്ടുണ്ട് അവൾക്ക്. കല്യാണം സാരി കൊടുക്കുമ്പോഴേ എന്താ വെറുതെ കളിയാക്കുക. നമ്മുടെ എല്ലാവർക്കും ഭയങ്കര സുകന്യേ നിന്റെ അഭിപ്രായം എന്താ? എന്താ അഭിപ്രായിക്കുന്നത്? ഞാൻ ഒന്ന് പോയിട് പൂവ് എടുത്തിട്ട് വരട്ടെ. പൂവ് ഫ്രിഡ്ജിൽ വേണ്ട വെച്ചേക്ക. ഇന്നലെ നമ്മള് കോങ്ങാട് പോയിട്ട് പൂവ് വാങ്ങിട്ടോ. അപ്പോൾ പൂവ് വാങ്ങിക്കഴിഞ്ഞിട്ടില്ലേ അവർക്ക് നമുക്ക് പൂവിട്ട് തരാനേ മടിയില്ലേ. അതിപ്പോ അങ്ങനെ തന്നെയാണ്. പൈസക്ക് ഇങ്ങോട്ട് വാങ്ങണല്ലേ, നമ്മള് പൈസ അങ്ങോട്ട് കൊടുക്കണല്ലോ ബോധമൊന്നുമില്ല.
ഒരു പൂവ് തരുമ്പോഴേ കുറച്ച് പൂവുണ്ട് അത്ര. നാലെടുത്ത് വന്നാലും 100 കോങ്ങാട് ഞങ്ങള് ഇങ്ങനെ പോയിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല, അപ്പൊ അങ്ങനെ പോയതാണേ. പട്ടിണി കിടന്ന് ഗുണമാരി ഉണ്ട്. തടി വെച്ചത് അമ്മച്ചല്ലോ. വളം എത്രേ ഉള്ളൂ? ഈ 3 വളേ ഉള്ളൂ. പൊട്ടിച്ചു അമ്മ പൊട്ടിച്ചു. അപ്പൊ ഇനി വേറെ വളയില്ലേ? ഇതൊക്കെ മതി. ഇതൊക്കെ ഇട്ടതിന് ഞാൻ എന്താ പറഞ്ഞിട്ട് അച്ഛൻ എനിക്ക് തിന്നാൻ വെച്ചോ, അതാകുമ്പോ വളയണ്ടല്ലോ. ഇന്ന് പറ്റിയ ദിവസം അത്. ഇങ്ങോട്ട് ഒരു ഫോട്ടോ എടുക്കട്ടെ. ഞാൻ ചെലവാക്കില്ല വെച്ചിട്ടാണ്. കുറച്ചുകൊണ്ട് കരഞ്ഞാ മതി അറിഞ്ഞ്. ഉണ്ടല്ലോ അടുത്തോ. ഇതിനേക്കാളും കുറച്ചും കൂടി തടി ഉണ്ടായിരുന്നല്ലേ ഞാന് അല്ലേ? ഇത് സാരി മുറിച്ചുകൊണ്ട് ഇല്ലെങ്കിലേ ഫ്രണ്ട് വശം മുഴുവൻ. പക്ഷെ നന്നായിട്ടുണ്ടല്ലേ സതിയുടെ സാരി കൊടുത്തപ്പോ? ഇന്നലെയൊക്കെ ഞങ്ങള് ഇന്നലെ ഞങ്ങള് വിചാരിച്ചിരുന്നു ഇവൾക്ക് എങ്ങനെ സാരി കൊടുത്തു കൊടുക്കുക, എങ്ങനെ സാരി കൊടുത്തു കൊടുക്കുക എന്നുള്ളത്. അമ്മൂനാണ് പറഞ്ഞ വെച്ചാൽ സാരി കൊടുത്തിട്ടില്ലെങ്കിൽ അമ്മൊന്നും പോണില്ല പറഞ്ഞിട്ട്. വണ്ടി പോയപ്പോ അതെ. ഒരു പാവം പാവാട അല്ലേ? എടി അമ്മ ഒന്ന് ക്ലാസ് ഇല്ലല്ലോ, 9 മണിക്ക് അവിടെ എത്തി. അതാ അച്ചുവിന്റെ ചെരുപ്പ് കിടക്കണേ. ഇന്നപ്പോ നിങ്ങള് ചെരുപ്പ് വാങ്ങി കൊടുക്കേണ്ടി വരും. ഞാൻ വെറുതെ പറഞ്ഞതാ. അമ്മൂന് അമ്മൂന് അടുത്തുള്ളവരൊന്നും കണ്ടിട്ടില്ല സാരി കൊടുത്തിട്ട്. ഇന്ന് വീഡിയോ എടുത്തിട്ട് നന്നായിട്ടുണ്ട് ലേട്ടാ, നന്നായിട്ടുണ്ട്. ഒരു കൺമഷി എടുത്തിട്ട് ഒരു കുത്തും ഇവിടെ കാണാതെ കണ്ണ് കെട്ടാതിരിക്കാൻ. പിന്നെ കിച്ചുവിന് മോണ പരിപാടി ഇല്ലേ? എന്നിട്ട് ഇങ്ങനെയാണോ ഈ പോണ്? ഈ സാരി എടുക്കണില്ലേ? അതല്ല, കിച്ചു എണീറ്റിട്ടില്ലേ? അമ്മു ചേച്ചി സാരി കൊടുക്കുന്ന കണ്ടിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിക്കണം അമ്മു ചേച്ചി. അമ്മു ഇന്നലെ ഞാൻ വെറുതെ അല്ലേ ഞാൻ പറഞ്ഞേ, ഞാൻ ഉടുത്തില്ല കേട്ടോ അമ്മൂട്ടിക്ക് ഉടുക്കാറില്ല, നീ വേറെ ആരെങ്കിലും പോയി ഉടുക്കേണ്ടി വരും. അയ്യ അമ്മൂന് ടെൻഷനായില്ലേ, സങ്കടം വരാൻ തുടങ്ങി. അമ്മൂന് ഇരുന്ന് കഴിക്കുവണ്ണേ. അമ്മു ആണ്ടോ റോസ് ഒന്നിട്ട് അവരിട്ടിട്ടില്ല. ഇനി അവിടുന്ന് പൂവാങ്ങില്ല, കണ്ടോ പൂവൊക്കെ വാടിയ പൂവുകളെ. പോയിട്ട് പൂവാങ്ങി ശരിയായില്ല, മുതലാവില്ല. ഇതൊക്കെ എന്താ കോഴിച്ചുട്ട ഇതൊക്കെ ഇനി വേറെ സ്ഥലത്ത് വാങ്ങാം. ഇന്നലെ എന്താ ഒരു ഇതില് കണ്ടിരുന്നു, കടമ്പഴിപ്പുറത്ത് ചെണ്ടുമല്ലി കൃഷി തുടങ്ങിയിട്ട്. അത് കണ്ടോ സതിയുടെ കണ്ടോ? കടമ്പഴിപ്പുറത്ത് ചെണ്ടുമല്ലി കൃഷി, അതിന്റെ വിളവെടുപ്പാണ് പറഞ്ഞിട്ട് ഇന്നലെ എന്താ ഇതുണ്ടായിരുന്നു വീഡിയോ. ഞങ്ങളില്ലേ ഇങ്ങനെ ഉണ്ടാവണേ ചെണ്ടുമല്ലിയാണ്.
വാടാമല്ലി മാത്രം കുഴപ്പമില്ല. ഇതൊക്കെ നോക്ക്, ആവോ നോക്ക്, നോക്കിയൊക്കെ. ദാരിദ്ര്യം പിടിച്ച മാതിരിയായിരുന്നു പൂവൊക്കെ. എന്ത് പൂവാണ് ആർക്ക് കൊടുക്ക്. അപ്പൊ വാച്ചിന്റെ വില അറിയട്ടെ, കൊടുക്കണ്ട. വാച്ചൊന്നും വേണ്ട, ഓണത്തിന് പോയാൽ വാച്ച് അല്ല മതിയോ? പരിപാടിക്ക് പോകാൻ. ഈ സാധനത്തിന് എന്താ പറയുക? ഇത് വാടാമല്ലി. വാടാമല്ലി. അത് വാടില്ലല്ലോ അല്ലേ? ഇതാണ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമുള്ള ഒരു കളറാണ് കേട്ടോ വാടാമല്ലി. നമുക്ക് കൂടുതൽ വാടാമല്ലി ഉണ്ടോ എന്നാ ചോദിച്ചിട്ട് വരിക. കുഞ്ഞിന് പൂ കൊണ്ടോണ്ടേ സ്കൂളിലേക്ക്? പൂക്കള മത്സരം ഇല്ല അപ്പൊ? തിരുവോണം ദിവസം ഈ ഒരു കാലാവസ്ഥയാണ് വെച്ചാൽ രക്ഷപ്പെട്ടു അല്ലേ ഈ വർഷം? വടംവലിയല്ല, പൂക്കള മത്സരമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാ. അതെ അല്ലേ? ശരി. ഇതിലേട്ടൻ പറഞ്ഞ പോലെ ഇതൊന്നും ഇല്ല കേട്ടോ, റോസ് ഒന്നും ഇല്ലേ. ഇല്ലേ, നല്ല പൂവൊന്നും ഇല്ലേ. ആകെ ഉള്ളത് ഈ ചെണ്ടുമല്ലി. ഇതാ 2 ചേരം ചെണ്ടുമല്ലി, കവർന്നറിയല്ലോ. ഇതാ ജമന്തി കണ്ടോ. പിന്നെ ഇതാ ഈ ഒരു പൂവുണ്ട്, ആകെ 100 രൂപയ്ക്ക്. ഇതാണെങ്കിലോ ചെണ്ടുമല്ലിയുടെ പകുതി നോക്ക് അളിഞ്ഞിട്ട്, ഇതിന്റെ ഉള്ളിൽ ചെണ്ടുമല്ലിയുടെ പകുതി അളിഞ്ഞിരിക്കും. നോക്കി കേട്ടാ, ഇതെന്തിനാ ഈ മണ്ണിൽ വീണ പൂവ്? ഈ ഒരു പൂവ് ഇത് ഞാൻ കോർക്കാന്ന് പറഞ്ഞതാണ്. കോർത്തിട്ട് ചെമ്പരത്തിയും കൂടി കൂട്ടി കോർത്തിട്ട് വെക്കാൻ അമ്മൂട്ടിക്ക് ഇഷ്ടമല്ല. ആകെ എത്തേ ഉള്ളൂ കേട്ടോ. സതിയേട്ടൻ നാള് വാങ്ങിട്ട് വന്നിരുന്നു. നല്ല എടാ ഒരു കിണ്ണെടുത്തിട്ട് പോയോ? മീനുട്ടി സാരിയില്ല പോണില്ലേ? ആ ആൾക്കാരെ മനസ്സിലാവില്ല. ചെണ്ടുമല്ലിനെയോ മാറ്റേ സോനി സോനി കുഴക്കണ കൂടെ ചോറ് കുഴക്കും പോലെ. ആ പൂവ് കഴുകത്തണ്ട, പൂവിടുള്ള പൂവാ. എന്ത് ചന്തണ്ടോ? ചന്തണ്ടോ? ഇതിനിടെ കൊടുത്തിട്ട് ഞാൻ അവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കല്ലേ, ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാ എങ്ങനെ? ഓ ഇങ്ങനെയാണോ പൂവിടുക? ആ ശരി ശരി ശരി. വീഴും വീഴും. അഞ്ചു വന്നപ്പോ വേഗം അഞ്ചു വന്നു. എടി എല്ലാരും കൂടി അപ്പോഴേക്ക് ആള് കൂടി മൊത്തം പറഞ്ഞു. എല്ലാരും കൂടിയിട്ടോ. അതുകൊണ്ട് നമ്മള് വീഡിയോ എടുത്തില്ല. എല്ലാവർക്കും ഇല്ലേ, അടുത്തുള്ളവർക്കും കൂടി സന്തോഷായി. ഈ ഒരു രൂപത്തിൽ ആദ്യമായിട്ട് കാണല്ലേ. എല്ലാവരും പറഞ്ഞിട്ടോ നന്നായിട്ടുണ്ട്, തടി ഇല്ലാതിരിക്കാൻ നല്ലത്, തടി വേണ്ടായിരുന്നില്ല. പ്രസിയൊക്കെ ആദ്യം കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് സാരി ഉടുക്കുമ്പോൾ എന്ത് രസമായിരുന്നു. ഇപ്പൊ സാരി ഉടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ. ഇപ്പൊ സാരി ഉടുത്ത നിങ്ങൾ എന്നെ ചീത്ത പറയില്ലേ? വയറ് തള്ളിന്നൊന്നും എൻ്റെ അടുത്ത് പറയാറില്ല കേട്ടോ. അനിയേട്ടൻ സാരി ഉടുക്കുമ്പോ അനിയേട്ടൻ പറയും ചുരിദാർ ഇടുന്നേക്കാളും ചന്ത സാരി ഉടുക്കണം. സാരി ഉടുക്കുമ്പോ വയറുന്തിന്നൊന്നും പറയില്ല. ആകെ പറയും കുറച്ച് മുടി വേണം പറയും. അനിയേട്ടൻ ഇപ്പൊ ഇന്ന് അമ്മൂന് ഞാൻ എടുത്തു കൊടുത്തപ്പോ ഫോട്ടോഷൂട്ടിൽ എന്താണ് മോശം? നന്നായിരുന്നില്ലേ? അതേപോലെ തന്നെ ഏട്ടൻ ഇത് പറയും കുറച്ച് മുടി വേണം സാരി ഉടുക്കുമ്പോ. ഇപ്പൊ അതും പറയാറില്ല. ഇപ്പൊ എന്താ വെച്ചാൽ എല്ലാവരും കാണുമ്പോ ആ മുടിയുടെ ഒക്കെ ഇത് പോയിക്കണം. അപ്പൊ പറയും വൃത്തിയിൽ ഉടുത്താൽ നല്ല രസമുണ്ട് പറയും. നിനക്ക് ഇഷ്ടമുണ്ടോ? ഒതുക്കത്തിൽ ഉടുത്തു കഴിഞ്ഞാൽ നീ നന്നായിട്ടുണ്ടാവും. അങ്ങനെയാണ് പറയുള്ളൂ. ഇപ്പൊ സാരി ഉടുക്കാൻ പറയുള്ളൂ. ഇപ്പൊ ഞാൻ ഉടുക്കാൻ തുടങ്ങിയില്ല ഏട്ടാ വൃത്തിയില്. നാളത്തെ ആ വീഡിയോയിലൊക്കെ കണ്ടില്ലേ സാരി ഉടുത്തത് നന്നായിട്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ലേ ഈ അനിയേട്ടന് ഇപ്പോഴൊക്കെ ഞാനൊരു 5 മിനിറ്റും കൊണ്ടൊക്കെ ഇപ്പൊ സാരി ഉടുക്കാൻ തുടങ്ങിട്ടോ. ആദ്യമൊക്കെ പിന്നെ ഒരു ശീലം കാണുമ്പോ എന്താ പറയുക, ഞാൻ കണ്ണെഴുതും നല്ലതില്. ഇപ്പൊ അത് കുറേ ആയിട്ട് കണ്ണെഴുതാറില്ല. അത് താഴെ മുകളിലൊക്കെ ഐലൈനറും കൊണ്ട് എഴുതിയിട്ട് ഉള്ളിൽ നല്ല കറുപ്പിച്ചെഴുതുമായിരുന്നു. എന്താണെന്നറിയില്ല, അതിനോടുള്ള താല്പര്യമൊക്കെ പോയി. കല്യാണം കഴിഞ്ഞ് കുറേ കഴിഞ്ഞു പോയി. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എല്ലാവരും ഈ വീട്ടിലത്തെ കോലം കഴിഞ്ഞിട്ട് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഈ കണ്ണെഴുതുമ്പോഴേ എല്ലാവരും പറയുന്നു നന്നായിട്ടുണ്ടെന്ന്. പിന്നെ
ഇപ്പം മക്കളായപ്പോൾ മക്കൾ ചെയ്യട്ടെ എന്നുള്ളൊരിത് വന്നു. പക്ഷെ അമ്മൂന് ഭയങ്കര ഇഷ്ടം കേട്ടോ. അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യം, അമ്മയ്ക്ക് ജീൻസ് എടുത്തൂടെ, എന്താ അമ്മ ജീൻസ് എടുത്താൽ, അമ്മയ്ക്ക് ജീൻസ് എടുത്താൽ നല്ല രസം ഉണ്ടാവുന്നു. പക്ഷെ ജീൻസും സാരി നല്ലതാ അല്ലേ? അവൾക്ക് കാല് കടയാണ് പറഞ്ഞിട്ടാ. ഞാൻ വിചാരിച്ചു ആട്ട സോപ്പ് കുടിക്കാൻ സുനി അനിയേട്ടൻ വാങ്ങി തരൂട്ടാ. നാളെ വാങ്ങാം, എന്നിട്ട് വെച്ച് തന്നാൽ മതി, ഞാൻ കുടിച്ചോളാം. എൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് എനിക്ക് എടുപ്പ് വേദനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ പാടിൻ്റെ അടുപ്പ് കഴിഞ്ഞിട്ട് സൂപ്പ് വെച്ച് തരും. ഈ മാതാവ് അമ്മ ഓണത്തിന് വീട്ടിൽ പോകണില്ലേ പറയുന്നുണ്ട്. ഓണത്തിന് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടല്ലോ. പോയിട്ട് അന്ന് തന്നെ വരും കേട്ടോ ചേട്ടാ. എന്താ ഒന്നും പറയാത്ത? ഞാൻ പറയുമ്പോൾ ഒരു മൂളലും കൂടി ഇല്ല. വീട്ടിൽ പോകുമ്പോൾ വേറെ ഇടയ്ക്കൊന്നുമല്ലല്ലോ. എന്താ ഓണത്തിന് ദാ കണ്ടോ നമ്മുടെ പൂക്കളം, അവിടുത്തെ പൂവിട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ ഇവിടെയും പൂവിട്ടു കേട്ടോ. അപ്പോഴേ നമ്മുടെ അമ്മു സാരിയെ കൊടുത്ത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. സന്തോഷം മാത്രമല്ല, നമ്മുടെ മനസ്സൊക്കെ ഇങ്ങനെ നിറഞ്ഞു പോയി. കാരണം എൻ്റെ ഒന്നും ചെറുപ്പകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ എൻ്റെ അമ്മയ്ക്കൊന്നും നോക്കാൻ, നമ്മളെ നോക്കിയിരിക്കാനൊന്നും സമയം കിട്ടിയില്ല. നോക്കിയിരുന്നു കഴിഞ്ഞാൽ വെച്ചാൽ മണ്ണെണ്ണണ്ടേ അതിന് പറ്റുമായിരുന്നില്ല. അപ്പോൾ നമ്മുടെ മക്കൾ അവരുടെ ഓരോ കാലങ്ങൾ കാണുമ്പോൾ നമ്മുടെ അമ്മമാർ ഇപ്പം കൊതിക്കുന്നുണ്ടാവില്ലേ ഇങ്ങനെ നമ്മുടെ മക്കളുടെ. എൻ്റെ അമ്മ എപ്പോഴും പറയും, നിങ്ങളെയൊന്നും നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അന്നൊക്കെ ഇന്നത്തെ പോലെ 5 മണി വരെ ഇല്ലല്ലോ, 6-6:30 വരെയൊക്കെ പണി ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനത്തെയൊക്കെ ഒരു കാലഘട്ടങ്ങളായിരുന്നില്ലേ. അപ്പം ഇന്ന് സത്യം പറയുക എല്ലാവർക്കും ഭയങ്കര സന്തോഷത്തിനോട് സങ്കടം വന്നു അല്ലേ. നമുക്ക് അമ്മൂട്ടി, ഞാൻ പറഞ്ഞില്ലേ അമ്മൂട്ടിയുടെയൊക്കെ നന്നായി മുടിയൊക്കെ പിന്നെ അങ്ങനെ കെട്ടിയിട്ടാട്ടോ പോയത്. മുടി അപ്പുറത്ത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞില്ലേ കൂട്ടുകാർ വന്നിട്ട് എന്താ അമ്മ മുടി ഇങ്ങനെ കാട്ടിക്കണം, അമ്മ കെട്ടിയതല്ലേ നല്ലത് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം. നിങ്ങൾക്ക് അമ്മൂൻ്റെ എന്താ എങ്ങനെ പറയുക, സാരിയെ കൊടുത്തുള്ള കോലം ഇഷ്ടമായി. കോലം എന്ന് ഞാൻ എൻ്റെ ഒരു ഭാഷയിൽ പറയട്ടോ. വേഷം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. മുടി കെട്ടണതാണോ ഇഷ്ടം, കെട്ടാതെ വിടത്തിയിട്ടതാണോ ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. കുഞ്ഞി മുഖത്ത് വലിയ കമ്മലൊക്കെ വെച്ച പോലെ. ആളെ ആ രീതിക്കല്ലേ, ഹൈറ്റ് ഉണ്ട് എന്നല്ലാണ്ട് എന്താ ഉള്ളത്. എല്ലാവരും അടുത്ത വീട്ടുകാരൊക്കെ പറയണേ, അനിയെ നിനക്ക് ചെലവിനായി. അപ്പം നമുക്ക് നമ്മൾ പറയണേ ചെലവിനൊന്നും ആയിട്ടില്ല, ഒരു 7-8 കൊല്ലം കഴിയട്ടെ, അവൾ പഠിക്കട്ടെ, അവൾ പഠിച്ച് അവൾക്ക് എന്ന് കല്യാണം കഴിക്കണം തോന്നുന്നുണ്ടോ അന്ന് മാത്രം. അല്ല ഞാൻ ഒരിക്കലും ഇല്ല എൻ്റെ 3 മക്കളെയും കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുകയില്ല. കാരണം അവരാണ് ജീവിക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് കണ്ടില്ലേ, എൻ്റെ ഫ്രണ്ട്സിന് എത്ര പേര്, കൂട്ടുകാരികൾ എത്ര പേര് എന്നറിയോ, ബന്ധം വേർപ്പെടുത്തിയിട്ട് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒത്തൊരുമിച്ച് പോകാൻ പറ്റില്ല പറഞ്ഞിട്ട് അവർക്ക് തോന്നുക വെച്ചാൽ മാത്രം. ഇപ്പം മിണ്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൻപുറത്ത് അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് ആൾക്കാരുകളൊരു ചിന്താഗതിയാണ് എന്തെന്നറിയോ, കുട്ടീനെ കെട്ടിക്കൊടുക്കാറായിട്ടോ, +2 എത്തിയില്ലേ, ഇനി ഒരു 3-4 കൊല്ലം തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കും, അയ്യോ എന്നെ +2 കല്യാണം കഴിച്ചു, ഈ അമ്മൂൻ്റെ ഈ പ്രായത്തിൽ നിൻ്റെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചാൽ കേസായില്ലേ, കേസും കൂട്ടായി. +2 പരീക്ഷ കഴിഞ്ഞതും ഞാൻ ഇവിടേക്കാണ് കേട്ടോ വന്നത്, റിസൾട്ടൊക്കെ അറിഞ്ഞത് അങ്ങനെ. ആ കാലം പോലെ നമ്മൾ അന്ന് അന്തവും ഒന്നും ഇല്ലാത്ത പോലെ ജീവിച്ച പോലെ നമ്മുടെ മക്കളും അങ്ങനെ ജീവിക്കണം. നമ്മളതിന് സമ്മതിക്കുമല്ലേ. പഠിക്കട്ടെ. ഇനിയിപ്പോൾ അവൾക്ക് ഞാൻ എന്താ വിചാരിക്കുന്നത് അറിയോ, എല്ലാവരും പഠിച്ച് ഇന്നതാവണം എന്നൊന്നും ഇല്ലല്ലോ. അവൾക്ക് ഇനി ഒന്നുമില്ലെങ്കിൽ ബ്യൂട്ടീഷ്യനോ എന്താണ്, അവൾക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റിന് പോകണം എന്ന് പറയുന്നുണ്ട്. അല്ല, അവൾക്ക് അതല്ല പറഞ്ഞാൽ സ്വന്തമായ ഒരു വരുമാനം, എന്നിട്ടാണ് സ്വന്തം കാലിൽ നിൽക്കട്ടെ അല്ലേട്ടാ, എന്നിട്ട് മതി കല്യാണവും കാര്യങ്ങളൊക്കെ. അതിലൊന്നും നമുക്ക് ആർക്കും ഒരു ധൃതിയില്ല കേട്ടോ. നമുക്ക് പിന്നെ നമ്മുടെ മക്കൾക്ക് ചിലവിന് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. കഞ്ഞിയും ചമ്മന്തിയാണോ വെച്ചാൽ അത് കഴിക്കുന്ന മക്കളാണ്. അപ്പോൾ അതാ ഇവിടേക്കല്ലേ പൂര പറമ്പ് പോലെയാണ് കേട്ടോ ശരിക്കും കിടക്കണം. ഇന്നലെ രാത്രിയിൽ കുറേ ഓർഡർ വന്നപ്പോഴേ ഞങ്ങൾ എപ്പോഴാണ് ഉറങ്ങിയത് എന്നറിയോ, രാത്രി നല്ല 12-1 മണിയാകുമ്പോഴാണ് ഉറങ്ങിയത്. അതുവരെ നമ്മൾ ഇങ്ങനെ ഓർഡർ കാര്യങ്ങൾ പിടിക്കുമായിരുന്നു കേട്ടോ. ഇന്നും നാളെയും കൂടി അല്ലേ നമുക്ക് സമയം കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ലീവുകളാവില്ലേ അല്ലേ. അപ്പോൾ ഇന്നലെയൊക്കെ കൊണ്ടുവന്ന സാരികളൊക്കെ അടിപൊളി സാരികളാണ് കേട്ടോ, നല്ല നല്ല സാരികളാണ്. നമുക്ക് ലാസ്റ്റ് സമയമാണ് എല്ലാവരും എനിക്ക് മെസ്സേജ് ഇടുന്നവരൊക്കെ ഫുൾ അതാ പറയുന്നത്, പ്രത്യേകിച്ച് ലാസ്റ്റ് സമയത്ത് നല്ലത് കൊണ്ടുവന്നല്ലോ എന്ന്. മറ്റേ നന്നല്ല എന്നല്ല പറയുന്നത്, അതിനേക്കാളും കളർഫുള്ളായത്. അപ്പോഴേ ഞാൻ നിർത്തുകയാണ്. ഇതൊക്കെ നെയ്റ്റി ഉണ്ടോ ചോദിച്ചില്ലേ, നെയ്റ്റി ഉണ്ട് കേട്ടോ. നമ്മുടെ താഴെ കാണുന്ന സാരി ഉണ്ട്, കോട്ടൺ സാരി നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. അപ്പോൾ നാളെ കാണാം.